നവരാത്രിയൊക്കെ അല്ലേ, അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കുറേ ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അത് കാണാൻ പോവാ, കത്തിക്കാൻ പോവാന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കെട്ടിയൊരുങ്ങി അങ്ങോട്ട് റെഡിയായി നിന്നു. എന്താന്ന് പറഞ്ഞൂടാ, ആ നേരത്ത് എല്ലാവരും കൂടി കടലങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കയറി. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കാറ്. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം എല്ലാവരും കയറി വരും. അങ്ങനെ അതൊക്കെ എടുത്തു കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 7 മണി 6:45 അങ്ങോട്ട് ആയിക്കണു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഒന്നും കാണാൻ പറ്റില്ലെന്ന്. പക്ഷേ എന്തോ 2-3 വിളക്ക് മാത്രമേ കെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഈ വിളക്ക് കിടന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ എത്തി. അവിടെ ഒരു മിനി താലപ്പൊലിക്കുള്ള ആൾക്കാരടക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചത് പോലെയല്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ആ ഗേറ്റ് അങ്ങോട്ട് തുറന്നു. എല്ലാവരും കൂടി ഇടിച്ച് കയറി. ഞങ്ങളും അതിൻ്റെ ഒപ്പം അങ്ങോട്ട് കയറി പോന്നു. പിന്നെ തൊഴുതിറങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ചെണ്ടമേളവും കണ്ട് അവിടെ ഇരുന്നു. ഇനി കുറച്ച് നിങ്ങളും കേക്ക്. എനിക്ക് ഈ അമ്പലത്തിൽ പോകാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന 3 കാര്യം എന്താണെന്നറിയോ? ആദ്യത്തെ കാര്യം തേങ്ങ പൊട്ടിക്കണതാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു തവിട് ഭഗവതി ഇല്ലേ, ആ ഭഗവതിയുടെ മുകളിൽ കൂടെ നമുക്ക് തവിട് ഇടാൻ തരത്തില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെയാണ് ഒറ്റയപ്പം. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക്